മൂന്നാർ, തേക്കടി, വാഗമൺ, നെല്ലിയാമ്പതി തുടങ്ങി കേരളത്തിലെ മലയോര മേഖലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് കേരള ഹൈക്കോടതി നേരത്തെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. സ്വമേധയാ എടുത്ത കേസിലായിരുന്നു കേരള ഹൈക്കോടതി നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ നിരോധന ഉത്തരവാണ് സുപ്രീം കോടതി ഇന്ന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയിൽ ഈ അണ്ണ പോളിമേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്ന് സുപ്രീം കോടതി ഈ ഉത്തരവ്, അതായത് ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം സംബന്ധിച്ചുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും കേസിലെ എതിർകക്ഷിയായ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനത്തെ സുപ്രീം കോടതിയിൽ പിന്തുണയ്ക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങൾ ഇന്ന് വാദം കേൾക്കുന്നിടെ ചീഫ് ജസ്റ്റിസ് BR ഗവായും ജസ്റ്റിസ് K വിനോദ് ചന്ദ്രനും അടങ്ങുന്ന ബെഞ്ച് ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസിൽ ആണ് ഈ കേരള ഹൈക്കോടതി ഈ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചിരുന്ന ബെഞ്ച് ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാനായിരുന്നു അക്കാലത്ത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നത്. ആദ്യം ഈ കേസ് കേട്ടിരുന്നത് ജസ്റ്റിസ് SP ഭട്ടിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചായിരുന്നു. ജസ്റ്റിസ് SP ഭട്ടി പിന്നീട് സുപ്രീം കോടതി ജഡ്ജിയായിരുന്നപ്പോൾ പുതിയൊരു ബെഞ്ച് രൂപീകൃതമാകുകയായിരുന്നു. ഈ ബെഞ്ചാണ് തങ്ങളുടെ ഈ ഉത്തരവ്, അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, മലയോര ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. ആ ബെഞ്ചിന് അതിനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെയാണ് പരിശോധിക്കുകയെന്നും ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും സുപ്രീം കോടതി ഈ കേസിലെ എതിർകക്ഷിയായ സംസ്ഥാന സർക്കാരിന് ഉൾപ്പെടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഈ കേസിൽ തടസ്സഹർജി ഫയൽ ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഇന്ന് ഹാജരായി ഈ പ്ലാസ്റ്റിക് നിരോധനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ നോട്ടീസിന് മറുപടി ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതി ഈ വിഷയത്തിൽ വിശദമായ വാദം കേൾക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്.